എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കാത്തതിൻ്റെ കീഴിലേക്ക് പോവാം. മത്സരമൊന്നുമില്ല, വളരെ സീരിയസ് ആട്ടോ. ഇന്ന് പേടിച്ചിട്ട് ആദ്യം തന്നെ വന്നിട്ട് എന്നോട് പറയാം, ഇന്ന് മത്സരമൊന്നും വേണ്ട, നമുക്ക് സീരിയസ് ആയിട്ട് പോവാം. പേടിച്ചിട്ടേ ഇത് പറഞ്ഞ ഒന്നുകൂടി വേറൊരു മോഡുലേഷൻ പറയും. സീരിയസ് ആയിട്ട് ചിരിക്കാതെ അത് ഞാൻ സെറ്റ്. അത് നേരത്തെ തന്നെ വന്നിട്ട് പറഞ്ഞു ഇന്ന് മത്സരമൊന്നുമില്ല. പേടിച്ചിട്ടാണ് സത്യത്തിൽ, അത് നമുക്കറിയാം. പരിപാടി കാണിക്കരുത്, കീഴ്. ഓക്കെ, ഫസ്റ്റ് വൺ. കുറേ കമൻസ് മത്സരം കുറച്ച് ദിവസത്തിന് വേണ്ടാന്ന് വെറുത്തു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ നമ്മള് ആരാധകരെ നമ്മൾ ഒരിക്കലും ആരാധകരുണ്ട് നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്തൂല. കിഴി ആരാധകർ അറിയാണ്ട് പറഞ്ഞു പോയതോട്ടെ, ക്ഷമിക്കും. കിഴി ആരാധകർ അത് തെറ്റില്ല. ഏത് ആ വീഡിയോന്റെ അല്ലാണ്ട് നമ്മുടെ ഒരിക്കലും പറയൂല. ഓക്കെ, ഫസ്റ്റ് വൺ ഹിന്ദിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. പിന്റു കി പപ്പി ന്യൂ കമേഴ്സിന്റെ സിനിമയാണ് കേട്ടോ. സിനിമ റിലീസിനെത്തുന്നത് മാർച്ച് 21-ന്. ന്യൂ റിലീസ് ഡേറ്റ് ആണ്. ദേ പോസ്റ്റർ. കോമഡി റൊമാൻസ് മൂവിയാണ്. ഓക്കെ, മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഇതിൻ്റെ പ്രസൻസ്. പിന്നെ V2S തന്നെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. ഓക്കെ, ദ സീക്രട്ട് ഓഫ് വുമൺ നമ്മുടെ അത് കാണണം എന്തായാലും. അജു വർഗീസ്. അങ്ങനെ ആർക്കാണ് അങ്ങനെ സംഭവം ചെയ്യാൻ പറ്റുന്നത്? അജു വർഗീസ് ചെയ്യും. അല്ല, അതല്ല, സീക്രട്ട് ഓഫ് വുമൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സീക്രട്ട് ഉണ്ടെങ്കിൽ അത് കാണണല്ലോ. അത് പെണ്ണുങ്ങളോട് ചോദിച്ചാൽ പോലും കിട്ടൂല. ജനുവരി 31-നുണ്ട്. മൂന്നാറിലുണ്ട് ജനുവരി 31-ന്. അയ്യോ, ജനുവരി 31-ന്. ശരിയാണല്ലോ. കൊറേ ഉണ്ട് 30-നും 31-നൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സിനിമകൾ. എന്തായാലും തുടരും അങ്ങോട്ട് മാറാൻ വേണ്ടി നിൽക്കായിരുന്നു. എല്ലാരും കൂടി ഓടി വരാൻ ഡേറ്റ് എടുക്കാൻ. മറ്റേത് പേടിച്ച് നിൽക്കായിരുന്നു. നെക്സ്റ്റ് മമ്മൂട്ടി ജിതിൻ കെ ജോസ് മൂവിയുടെ പ്രൊമോഷൻ വർക്കുകൾ തുടങ്ങിയത് നമ്മുടെ വിനായകൻ നേരിട്ടാണ്. അപ്പോൾ ഫ്ലാറ്റിന് പോകണതാണ് പരിപാടി. അടിപൊളി സൂപ്പർ പ്രൊമോഷൻ ആയിരുന്നു, ഗംഭീരം. ഇവിടെ ഡൊമിനിക്കിന്റെ പോലെ പ്രൊമോഷൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, നാളെ മറ്റന്നാ സിനിമ റിലീസിന് ഒരുങ്ങാണ്. അതിന്റെ ഒരു പരിപാടി, ഒരു സാധനം പുറത്തു വരുന്നില്ല. പക്ഷെ എന്നോ ഇറങ്ങേണ്ട, ഡേറ്റ് വരെ തീരുമാനിക്കാത്ത, സിനിമയുടെ പേര് പോലും ഇടാത്ത ഒരു സിനിമയുടെ, അത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമ, അതിന്റെ പ്രൊമോഷൻ അതിന്റെ സാധനം പുറത്തിട്ട് കൊടുത്തു. അതെന്താ അറിയോ? അത്രേ ഉള്ളൂ. എന്താ അറിയോ, നിങ്ങൾ നിങ്ങളുടെ സാധനം പുറത്തിടുന്നില്ല. പക്ഷെ എന്റെ പടത്തിന് ആരും വേണ്ട, ഞാൻ എന്റെ സാധനം പുറത്തിട്ടിട്ട് പ്രൊമോഷൻ ചെയ്യുന്നു. എന്താ കാര്യം? അല്ലേ, സംഭവം മമ്മൂക്കയുടെ നായകനൊക്കെ ആയിട്ടല്ലേ വരുന്നത് വിനായകൻ. അപ്പൊ അത് നല്ല രീതിയിൽ പോകണം എന്നുള്ളത് വിനായകൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. നല്ല രീതിയിൽ പോകണം ആഗ്രഹിച്ചാണെങ്കിൽ ഇന്നലെ ചെയ്തായിരുന്നു. അത് നല്ല രീതിയിൽ പോയിട്ടുണ്ടല്ലോ, നല്ല രീതിയിൽ പോയി, വേറെ ലെവലിൽ പോയി. അടുത്തത് ബറോസ് സിനിമയുടെ OTT ജനുവരി 22-ന് ഹോട്ട്സ്റ്റാറിൽ, അതായത് നാളെ. ഇങ്ങനെ കൊടുക്ക് അല്ലേ, കാണട്ടെ. അത് OTT വരുമ്പോ കാണാം. കണ്ടു കഴിയുമ്പോ അറിയാം, ഭീകരായിരിക്കും. അതെ, ഇനി ഫുൾ പോസിറ്റീവ് ആയിരിക്കുമോ പറയാൻ പറ്റൂല. OTT വരുമ്പോഴായിരിക്കും വൻ പോസിറ്റീവ്. അതിന് ഒബ്സ്ക്യൂർ ആയിരുന്നു. അതിന്റെ പ്രൊമോഷൻ എടുത്തിരിക്കുന്നത് ഒബ്സ്ക്യൂർ ആണെങ്കിൽ നല്ല പോസിറ്റീവ് ആയിരിക്കും. ഏത് ചാവറ സിനിമന്റെയും. അതായത് OTT-ലും വിജയം അത് ഉണ്ടാക്കി എടുത്തിരിക്കും അവര്. ഓക്കെ, അടുത്തത് ഇഡ്ലി കടൈ സിനിമയുടെ ഒരു ചെറിയ അപ്ഡേറ്റ് നമ്മുടെ നിത്യാമേനോൻ തന്നിട്ടുണ്ട് കേട്ടോ. ആള് ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്, അത് നിങ്ങൾ കരയാൻ റെഡി ആയിക്കോന്ന്, കരയിപ്പിച്ചിരിക്കുന്നു. അത്രയ്ക്ക് ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്തായാലും നോക്കാം. അടുത്തത് പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ. ബിൻഡോ സ്റ്റീഫൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. ഏപ്രിൽ 10-ന് സിനിമേന്റെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ദിലീപും ധ്യാൻ ശ്രീനിവാസനുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. വന്നിട്ടില്ല, വരും. അത് പ്ലാൻ ചെയ്യുന്നത് ഏപ്രിൽ 10-ന്. ഓക്കെ, അടുത്ത കിഴി. 4 മാസം ഉണ്ടല്ലേ. ഞാൻ എന്താ ഗണിക്കുന്നത്? നേരമൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ്. വിനായക, ഇതും കൂടി ഒന്ന് 2 ദിവസം കൂടി ഉള്ളു. ഇവരെ കൊണ്ടൊന്നും പറ്റില്ല. പ്രൊമോഷൻ ചെയ്യണേ. പിന്നെ കുഴപ്പമൊന്നുമില്ല.
നിങ്ങൾ ഏറ്റെടുത്ത സ്ഥിതിക്ക് അല്ലേ, അത് നിങ്ങൾ ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് എന്തായാലും അത് ഇതും കൂടി. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് സിനിമയുടെ ഒരു കോമഡിയിൽ ഇതിന്റെ കണ്ടന്റ് മറന്നുപോയല്ലടാ. ആ FTFS, അതായത് 9 മണിക്കായിരിക്കും കേരളത്തിൽ എല്ലായിടത്തും 9 മണിക്ക് ഷോ ഉണ്ടാവും. ഞങ്ങളുടെ ഇവിടെ മാത്രം 11 മണിക്കുണ്ടാവും. തിയേറ്റർ തീരുമാനിക്കും, തിയേറ്റർ ഉടമകൾ തീരുമാനിക്കും എപ്പോ കളിക്കണം. സത്യം. അടുത്തത് മദഗധ രാജ സിനിമയുടെ കളക്ഷൻ 45 CR. കറക്റ്റ് ടൈറ്റില്. ഇന്നലെ വന്ന വീഡിയോക്ക് പറ്റിയ സാധനം. സത്യം. എന്റെ പൊന്നോ. പോട്ടെ, ഇന്ന് പ്രൊമോഷൻ ആ രീതിയിൽ പോട്ടെ. ഓക്കെ. മദഗധ രാജ സിനിമയുടെ കളക്ഷൻ 45 കോടി. എന്തല്ലേ 2013 ഇറങ്ങിയ സിനിമയാന്ന് ഓർക്കണം. ഇറങ്ങിയതല്ല, റിലീസ് ചെയ്യാതിരുന്ന സിനിമ. അതെ. ഓക്കെ. അടുത്തത് മിറാജ്. എങ്ങനെ വായിക്കുന്നു അതിനൊന്നും ആവശ്യമില്ല, ഇത്രേ ഉള്ളൂ. മരീചിക. അതാണ് ഇതിന്റെ അർത്ഥം. അതാണ് അങ്ങ് മലയാളത്തിന് കിട്ടാൻ പോരാ. അല്ല, നമ്മളങ്ങനെ പറയുന്നു. സംഭവം നമ്മൾ ഒരു സാധനം ഇങ്ങനെ കാണും, ചിലപ്പോ അത് സത്യമായിരിക്കില്ല, അടുത്തെത്തുമ്പോ അതൊന്നും ഉണ്ടാവില്ല. അത് ഇന്നലെ വെളിപ്പെട്ടതാണ്. എന്തായാലും മിറാജ് സിനിമയുടെ പൂജ കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് വെച്ച് ഇതിൻ്റെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരാഴ്ച 2 ആഴ്ചയാണ് തോന്നുന്നു കഷ്ടിയുള്ളത്. അതിനുശേഷം കോയമ്പത്തൂർ അടുത്ത ലൊക്കേഷൻ. പിന്നെ ആസിഫ് അലിയാണ് നായകൻ, അപർണ ബാലമുരളിയാണ് നായിക. പിന്നെ നമ്മുടെ അർജുൻ ഇതിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല, നമ്മൾ ബിഗ് ബോസിന്റെ താരമായതുകൊണ്ട് അർജുൻ അടുത്ത് പറഞ്ഞതാണ്. ഈ അർജുന് ഇവര് ഒന്നകത്ത് പോയി സെലക്ട് ചെയ്തതാണ്. പക്ഷെ അത് ലാലേട്ടന്റെ സിനിമയിലേക്ക് ആയിരുന്നില്ലേ? അത് ജിത്തു ജോസഫ് മാറ്റി ഇതിലേക്ക് ഇരിക്കട്ടെ, അതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ലാലേട്ടന് മാറ്റിയോ, തിരിച്ചാണോ? പറയാൻ പറ്റൂല. ലാലേട്ടന് വെച്ച് ഒരുക്കേണ്ട സിനിമ ലാലേട്ടൻ ഡേറ്റ് ക്ലാഷ് കാരണം ആസിഫിനെ വെച്ച് ചെയ്താണോ? ചിലപ്പോ അങ്ങനെയായിരിക്കും, പറയാൻ പറ്റൂല. സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ആശീർവാദാണ് സിനിമ നിർമ്മിച്ചിരുന്നത്. അത് വേറെ ആണ്. അടുത്തത് ബോട്ടിൽ രാജ. ഓക്കെ. ബോട്ടിൽ രാജ അല്ല, ബോട്ടിൽ രാധ. അതാ മദഗധ രാജ വന്നതാണ്. എന്താണെങ്കിലും സിനിമ ജനുവരി 24 റിലീസിന് എത്തുകയാണ്. ഗോപു സോമസുന്ദരം ആണ് നായകനായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. പേടിച്ചിട്ടാ ആദ്യത്തേന്ന് തന്നെ പേടിച്ച്, പിന്നെ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോരുത്തർ ഇറങ്ങിയേക്കല്ലേ. ഒരു ഞെട്ടലാണെന്ന് വീഡിയോ ഒക്കെ നോക്കുമ്പോ തന്നെ ഒരു ഞെട്ടലാ കേട്ടോ. കൈയിടാനൊക്കെ പേടി. ഒരു ഡയലോഗ് വേണമെങ്കിൽ പറയാം. ചേട്ടാ, ഈ ചെറുപുഴ എന്താ എന്ന് മത്സരം വെക്കാത്ത എന്താന്ന് മനസ്സിലായില്ലേ? കാത്തിരുന്നതാണ്. മത്സരം ഉണ്ടായിരുന്നുണ്ടല്ലോ. അതെ. എന്താ നിങ്ങൾക്ക് ഈ കിഴിയുടെ കളർ ചുവപ്പായതുകൊണ്ടാണോ? വിടാമുയർച്ചി സിനിമയുടെ തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ റെഡ് ജയന്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആ താളം പിടിച്ചത് അപ്പോഴേ അവർ ചിരി തുടങ്ങിയിട്ടുണ്ടാവും. നടന്നു തന്നെ. കൽക്കി സിനിമയുടെ ഷൂട്ട് ജൂൺ മാസം തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അശ്വിനി ദത്താണ് ഇത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ജൂണിൽ തുടങ്ങും. 2026 റിലീസ് അല്ലേ? അടുത്തത് കൽക്കിയിലേക്ക് ആളെ വേണമെങ്കിൽ ഇവിടെ ആളുണ്ട്. ആരാണ്? വിനായകൻ. പ്രൊമോഷൻ നോക്കണ്ട, കുറെ കോടികൾ പോകുന്നിട്ടോ, ഒറ്റക്ക് ചെയ്തുതരും ഇന്റർനാഷണൽ ലെവലിൽ. ഓക്കെ. ജയിലർ 2 എന്തായാലും ഇല്ല. ഡബിൾ റോളാണെങ്കിലും ട്രിപ്പിൾ റോളാണെങ്കിലും നോക്കണ്ട, വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാറുണ്ട്. ഒരു അനിയൻ അല്ലെങ്കിൽ ടീം ബ്രദർ. ഇനി നോക്കണ്ട. ഓക്കെ. എന്തായാലും ഇപ്പോൾ പറഞ്ഞെന്തായിരുന്നു? ദാവീദ് സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് നമ്മുടെ തിങ്ക് മ്യൂസിക് സ്വന്തമാക്കിയിട്ടുണ്ട് കേട്ടോ. വളരെ ചിന്തിച്ചാണ് എടുത്തത്. എന്തായാലും സിനിമ റിലീസിനെത്തുന്നത് ഫെബ്രുവരി 14. ഫെബ്രുവരി 14 വരുന്ന ഏതൊക്കെ സിനിമകൾ? ബസൂഖ, ദാവീദ്. പറടാ, ഞാൻ എത്തിക്കഴിഞ്ഞു, പറഞ്ഞോ.
ഇന്നലെ റൊമാൻസ്. റൊമാൻസ്, പൈങ്കിളി പൈങ്കിളി, നാലെണ്ണായി. അത്രേ ഉള്ളൂ. ഇനി വേറെ ഏതൊരു ഇംഗ്ലീഷ് സിനിമ ഉണ്ടോ? അതറിയില്ല. എന്താണെങ്കിലും ഒരു ജാതി ജാതകം, ഒരു ജാതി ചെങ്ങായി, ഒരു ജാതി ജാതകം സിനിമ ജനുവരി 31-ന് 30-ന് തിയേറ്ററിൽ എത്തും. ഓക്കെ. 30-നാണോ 31-നാണോ അവിടെ? ഞാൻ 31-നാ. ഞാൻ അവിടെയല്ല, ഞാൻ അവിടെയാണ്. ശരിക്ക് ജിതിൻ കെ ജോസ് മമ്മൂട്ടി പോയില്ലേ, അതിന്റെ ഫസ്റ്റ് ലുക്ക് ഇറക്കാൻ പറ്റിയ ദിവസം തന്നെ കേട്ടോ. ഇല്ലേ, ഇന്നലെ ഇറക്കിടുന്നായിരുന്നു ഫസ്റ്റ് ലുക്ക്. എന്താണെങ്കിലും പോളി. ഒരു ജാതി ജാതകം ജനുവരി 31-ന് തിയേറ്ററിൽ എത്തുകയാണ്. എം മോഹനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കഥ പറയുമ്പോൾ പിന്നെ മാണിക്കക്കല്ല്, പിന്നെ അരവിന്ദന്റെ അതിഥികൾ, ഇതൊക്കെ സിനിമ സംവിധാനം ചെയ്ത നമ്മുടെ സ്വന്തം സംവിധായകൻ. എന്തായാലും സിനിമ നന്നാവുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഓക്കെ. അടുത്ത കിഴി. ഇതെല്ലാം നിനക്ക് തന്നെയാണോ കിട്ടുന്നത്? അത് ഞാൻ ആലോചിച്ചത്. പറയല്ലേ, ഞാൻ പറയില്ല. കാണിച്ച് കറക്റ്റാണോ പറഞ്ഞിട്ട് ഇല്ല, നിൽക്കുന്നില്ല. അതിനൊരു പ്രത്യേക കഴിവാണ് അങ്ങനെ നിർത്തണമെങ്കിൽ. ആവനാഴി ഫസ്റ്റ് ഡേ കളക്ഷൻ 8330 രൂപ. സത്യമായിട്ടും അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ വെടിക്കൂസുകൾ കുറേ സിനിമകൾ എടുത്തുകൊണ്ട് വരുന്നത്. അല്ല, ഇത് ഞാൻ സത്യം പറയട്ടെ, ഇത് ഇങ്ങനെയുള്ള ഇറങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മനസ്സിലാക്കണം, ചിലത് പറഞ്ഞിരുന്നു, അതായത് സിനിമ റിലീസിനില്ലാഞ്ഞിട്ട് റീ റിലീസ് ചെയ്യുന്നു, എന്നിട്ട് എന്തൊക്കെയോ കാണിച്ച് കുറച്ച് ക്യാഷ് ഉണ്ടാക്കുന്നു. ഇപ്പം എങ്ങനെയുണ്ട്, ക്യാഷ് വരുന്നുണ്ടോ? അത് അതിൻ്റെതായ പടങ്ങൾ ഇറക്കി വിടുന്നു, അല്ലാണ്ട് അതിന് പറ്റിയ കുറച്ച് സിനിമകളുണ്ട്, അത് ഇറക്കിട്ടോ. പ്രേക്ഷകർ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. അതാണ് വീണ്ടും ഇനി ഇറക്കിയിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ ഞാൻ പറഞ്ഞുതരാം, മത്സ്യത്താഴ് കൊണ്ടൊന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയും കിട്ടും കളക്ഷൻ. ഈ ആവനാഴില്ലേ, അതിന്റെ 4K ഒക്കെ അതിന്റെ ട്രailer ഇറക്കിയിട്ടുണ്ടായിരുന്നു. ട്രailer കണ്ടിട്ട് ചിരി വന്ന്, ഇതിപ്പോ എന്ത് റീമാസ്റ്ററിങ് അതിൽ നടന്നിട്ടുള്ളത്? സെയിം സാധനം, ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു ഐറ്റം. അടുത്തത് JSK, നമ്മുടെ സുരേഷ് ഗോപിയുടെ മൂവി സിനിമേന്റെ മേജർ അപ്ഡേറ്റ് ജനുവരി 26-ന് വരുന്നുണ്ടെന്നാണ് കേട്ടോ. കാത്തിരിക്കാം. ഈ 26-ാം തീയതി എന്റെ പൊന്നെ എന്തൊക്കെ സാധനങ്ങൾ. JSK തീരെ പ്രൊമോഷൻ അല്ലോ, ഇല്ല, ഒന്നും വന്നിട്ടില്ല. എന്റെ ചെങ്ങാനെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ കാണിച്ചോണ്ട് ഞാനാ കൊടുക്കുന്നത് ഇവിടെ ഇരുന്നിട്ട്. ഞാൻ നല്ലൊരു കാര്യമായി പറയുന്നത്, വളരെ നല്ല കാര്യം. എന്താണെങ്കിലും കിഴി എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. മലയാള സിനിമ വളരുന്നു എന്ന് പറഞ്ഞപ്പോഴേ സത്യമായിട്ട് പറയാ, പ്രൊമോഷന്റെ കാര്യങ്ങളിലൊക്കെ ഇത്രയും പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുന്നു, പുതിയ കണ്ടന്റ് കണ്ടെത്തുന്നു. ഇത് ശീലാക്കുവോ? പോകുന്നില്ലേ? പോവാണോ?